ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അന്ന് കോളേജിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് റാങ്കിൻ്റെ കാര്യങ്ങളായാലും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആയാലും ഡൗട്ട് ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചവർക്കെല്ലാം ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഇതിനകത്ത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും. സോ കോളേജിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പെരുമാൾ, കൊല്ലത്താണ് വരുന്നത്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. നമുക്കിവിടെ ഓഫർ ചെയ്യുന്ന ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള 2 ബ്രാഞ്ചസ് AI ആൻഡ് DS, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസ്, പിന്നെ ECS, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഇത് രണ്ടും പുതിയ ബ്രാഞ്ചസ് ആണ്, കഴിഞ്ഞ ഇയറിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ വരുന്നത് കോമൺ ആയിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ട്രിപ്പിൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC, അതേപോലെ മെക്കാനിക്കൽ. നമുക്ക് സിവിൽ ഇല്ല. ഇത്രയും ബ്രാഞ്ചസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്നത് CS ആണ്. പക്ഷേ എല്ലാ ബ്രാഞ്ചിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല പിള്ളേരുണ്ട്. EC ആയാലും CS ആയാലും ഒക്കെ 2 ബാച്ചസ് ഉണ്ട്, Aയും Bയും ഉണ്ട്. നല്ല അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ക്ലാസ്സസ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് 65, 67 അങ്ങനെയൊക്കെയായിരുന്നു സ്ട്രെങ്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഈ പോളിടെക്നിക്ക് വഴി ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്കിൽ നിന്ന് സ്റ്റുഡൻസ് വരും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ക്ലാസ് സ്ട്രെങ്ത് 70 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ് സ്ട്രെങ്ത് വരുന്നത്. 2 ബാച്ചസ് അവൈലബിൾ ആണ്. കൂടുതലും ഡൗട്ട് വന്നത് CS കുറിച്ചിട്ടാണ്. CS ഫാക്കൽറ്റീസ് എങ്ങനെയാണ് ഉള്ളത്. CS ഫാക്കൽറ്റീസ് നല്ല ഫാക്കൽറ്റീസാണ്. ഞങ്ങളുടെ ട്യൂട്ടറാണെങ്കിൽ അനീസ് സാറാണ്. സോ സാറിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തണം അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാറിനോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പം അനീസ് സാറിൻ്റെ മാത്രം പ്രത്യേകതയല്ല ഇത്. ഇവിടെ വേറെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം തന്നെ നമുക്ക് 100% നല്ല ഫാക്കൽറ്റീസാണ്. മീൻസ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യണമെങ്കിലോ നമുക്ക് അവരുടെ അടുത്ത് പോയി പറയാം. അവരതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അവർ ഭാഗത്തു നിന്നുള്ള മാക്സിമം സപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ക്ലാസ്സസ് ആണെങ്കിലും ഇപ്പോൾ നമുക്ക് അറിയാം. ഇപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കോളേജും സ്കൂളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നിങ്ങളെ സ്കൂളിൽ സ്പൂൺ ഫീഡിങ് ആണ്. മീൻസ് നമ്മളെ എല്ലാം നോട്ട്സ് തരുന്നു, പഠിപ്പിക്കുന്നു, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, കറക്റ്റ് സിലബസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ കോളേജിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കുറേ കാണും. സിലബസ് ഇപ്പം 2024 ആണ് നിലവിലത്തെ നമുക്ക് KTUവിൻ്റെ സ്കീം എന്ന് പറയുന്നത്. പുതിയ സ്കീമാണ്. ഞങ്ങളാണ് അതിൻ്റെ ഫസ്റ്റ് ബാച്ച്. കഴിഞ്ഞ വർഷമാണ് ഈ സ്കീം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റമുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള റിസോഴ്സസ് ഞങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടും. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ബാച്ചാണ് ഈ 2024. അപ്പോൾ നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ടാവും. ഒരുപാട് ബുക്സ് ലൈബ്രറീസിലാണ്. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് എല്ലാം വാങ്ങിക്കണമെന്ന് ചോദിക്കും. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാം വാങ്ങിക്കണമെന്നില്ല. കാരണം മിക്കത് നല്ല റേറ്റ് വരുന്ന നല്ല വലിയ വലിയ ബുക്സ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്കവിടെ കോളേജ് ലൈബ്രറി ഉണ്ട്. സോ കോളേജ് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ബുക്സ് എടുക്കാം, വായിക്കാം, റെഫർ ചെയ്യാം, അവിടെ ഇരുന്ന് പഠിക്കാം, വീട്ടിൽ കൊണ്ടുപോയി പഠിക്കാം, തിരിച്ച് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അപ്പം ലൈബ്രറിയിൽ നമ്മുടെ ബുക്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വല്ല ഗൈഡോ കാര്യങ്ങളോ വേണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. പിന്നെ ഫാക്കൽറ്റീസ് എല്ലാം തന്നെ നമുക്ക് നോട്ട്സ് തരും. പിന്നെ നമുക്കിവിടെ സ്കൂളിലെ പോലെ അങ്ങനെ കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കില്ല. നമ്മൾ ഓരോ റിസോഴ്സസ് കണ്ടെത്തി പഠിക്കണം. പിന്നെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതുവഴിയൊക്കെ നമുക്ക് നോട്ട്സ് കിട്ടും. ഇനി പറയാനുള്ള കാര്യം, നമ്മൾ ക്ലാസ്സിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കും ക്ലിയർ ആക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരും. പക്ഷേ നമുക്ക് ഒരു സെം എന്ന് പറയുന്ന 6 മാസമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 4 മാസമേ കിട്ടുള്ളൂ. പിന്നെ എക്സാമും ലീവും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ 4 മാസത്തിൽ തന്നെ നമുക്ക് 4 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. നമ്മൾ +1 +2 ഒക്കെ പഠിച്ച കണക്കൊന്നും അല്ല. വലിയ ടെക്സ്റ്റാണ്, ഒരുപാട് സിലബസ് ഉണ്ട്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് പഠിച്ചു പോകണം. അല്ലെങ്കിൽ ലാസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് സീരീസ് എക്സാംസ് വരുന്നുണ്ട്. 2 സീരീസ് എക്സാംസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റേർണൽ എക്സാംസ്. അതായത് നമ്മുടെ ഇൻറ്റേർണൽ മാർക്ക് ഇടുന്നത് നമ്മുടെ ഈ സീരീസ് എക്സാം വെച്ചിട്ടും
സീരീസ് എക്സാം വെച്ച് എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇപ്പോൾ 2 മൊഡ്യൂളായിരിക്കും ഫസ്റ്റ് സീരീസിന്, ബാക്കി 2 മൊഡ്യൂളായിരിക്കും സെക്കൻഡ് സീരീസിന്. ഇങ്ങനെ പോർഷൻ വ്യത്യാസം വരാം. അപ്പം ക്ലാസ്സിൽ പഠിക്കുക, അങ്ങനെ സീരീസിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങിക്കുക. കാരണം അത് ഇൻറ്റേർണൽ ആണ്. സ്കൂളിലെ പോലെ ഇൻറ്റേർണൽ നമുക്കിവിടെ വെറുതെ കിട്ടില്ല, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് കിട്ടുള്ളൂ. സോ സീരീസിന് നമ്മൾ നന്നായിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ചില സെമ്മിൽ നമുക്ക് ലാബ് വരുന്നുണ്ട്. ലാബ് ഇൻറ്റേർണലും വരും, എക്സ്റ്റേണലും വരും. അപ്പോൾ ഇൻറ്റേർണൽ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്യൂട്ടേഴ്സ്, നമ്മുടെ ടീച്ചർമാർ തന്നെയായിരിക്കും നമുക്ക് വാല്യുവേഷൻ ചെയ്യുന്നത്. എക്സ്റ്റേണൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നില്ല, സെക്കൻഡ് ഇയറിലേ വരുന്നുള്ളൂ. സെക്കൻഡ് ഇയർ മുതലേ ഉള്ളൂ. ആ സമയത്തെ നമുക്ക് പുറത്തുനിന്ന് എക്സ്റ്റേണൽ വരുള്ളൂ. ഈ ഫാക്കൽറ്റീസിൻ്റെ കാര്യം ഒക്കെയാണ്. സിലബസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹോസ്റ്റലാണ്. നമ്മുടെ കോളേജിൻ്റെ വക ഹോസ്റ്റൽ ഇതുവരെ നിലവിലില്ല. കോളേജ് ഹോസ്റ്റലിന് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഹോസ്റ്റൽ വരും. ഹോസ്റ്റലും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കും നമുക്ക് ഉടനെ തന്നെ വരും. നിലവിൽ ഒരു ഹോസ്റ്റൽ നമ്മുടെ കോളേജിൻ്റേതായിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഒരുപാട് ഹോസ്റ്റൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് കോളേജിൻ്റെ അല്ലാതെ പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ മെൻസ് ഹോസ്റ്റലായാലും ലേഡീസ് ഹോസ്റ്റലായാലും നമുക്ക് അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് തങ്ങുന്ന രീതി. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആണ് വരുന്നത്. നമുക്ക് ഒരു 20 പേര് അല്ലെങ്കിൽ ഒരു 15 പേര് അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റുഡൻസ് മാത്രം ഉള്ള രീതിക്കാണ് നമ്മൾ ഹോസ്റ്റൽസ് ഒക്കെ വരുന്നത്. നല്ല അവൈലബിൾ ആയിട്ട് നല്ല അടുത്തുള്ള ഹോസ്റ്റൽസ് തന്നെയാണ്. നമുക്ക് കോളേജിൽ നിന്ന് നടന്നു പോകാനോ വരാനും ഒക്കെ ഉള്ള ഹോസ്റ്റൽസ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ബസ് കയറിയിട്ട് ഫസ്റ്റ് സ്റ്റോപ്പ് ഇറങ്ങുമ്പോഴും നമുക്ക് ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഹോസ്റ്റൽസ് ലേഡീസ് ആയാലും മെൻസ് ആണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ കോളേജ് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറേ ബ്രോഷേഴ്സ് കിട്ടും ഹോസ്റ്റൽസ് ഏതൊക്കെയാണ് എന്നുള്ളതിൽ. അപ്പോൾ അത് വിഷമിക്കേണ്ട. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ അപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്താൽ മതി. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഹോസ്റ്റലിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ലാപ്ടോപ്പാണ് പിന്നെ പറഞ്ഞൊരു കാര്യം. ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് CS പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ലാപ്ടോപ്പിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയിട്ട് പോലും ഞങ്ങളുടെ ക്ലാസ്സിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത കുട്ടികളുണ്ട്. സോ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ ആവശ്യമുള്ള കാര്യമല്ല, മസ്റ്റല്ല. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കൊള്ളാം, പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ കോഡിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റും. സോ ഫോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ ലാപ്ടോപ്പ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ സെക്കൻഡ് ഇയർ പ്രോജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മതി. പിന്നെ ഒന്നുകിൽ സെക്കൻഡ് ഇയർ ലാസ്റ്റ് അല്ലെങ്കിൽ തേർഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് ലാപ്ടോപ്പ് മതി. ഫസ്റ്റ് ഇയർ അങ്ങനെ ലാപ്ടോപ്പിൻ്റെ അത്യാവശ്യ നിർബന്ധമൊന്നും ഇല്ല. സോ അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ലാപ്ടോപ്പ് നോക്കുന്ന സമയത്ത് HP ലാപ്ടോപ്സ് ഒക്കെ നല്ലതാണ്. HP Acerയും ഒക്കെ നല്ല ലാപ്ടോപ്സാണ്. അപ്പം നിങ്ങളത് നോക്കിയെടുക്കുക. നമ്മുടെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടും പ്രോഗ്രാമിംഗ് ആണ്, പ്രോജക്ട്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നല്ല ബ്രാൻഡ് നോക്കി നിങ്ങൾ എടുക്കുക. നല്ല പ്രോസസ്സറാണ് Intel i5 വരുന്നത്. പ്രോഗ്രാമിങ്ങിനൊക്കെ നല്ല പ്രോസസ്സറാണ്. അപ്പോൾ ഈ പ്രോസസ്സർ നോക്കി എടുക്കാൻ നോക്കുക. പിന്നെ ഹോസ്റ്റൽ, ലാപ്ടോപ്പ്, പിന്നെ CS എങ്ങനെയുണ്ട്? CS അത്യാവശ്യം നല്ല ബ്രാഞ്ചാണ്. പിന്നെ ഞാൻ അന്ന് പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ CS സ്കോപ്പ് ഉണ്ട്, CS എടുത്താൽ ജോലി കിട്ടും എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ വരരുത്. CS എടുത്താൽ ജോലി കിട്ടും, പക്ഷേ ചുമ്മാ നമ്മൾ കോളേജിൽ വന്ന് തിയറി പഠിച്ചിട്ട് നമുക്ക് ജോലി കിട്ടില്ല. നമുക്ക് ബേസ് ഉണ്ടായിരിക്കണം. പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ് ആയാലും കോർ സബ്ജക്റ്റ് ആയാലും നമ്മൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ബേസ് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട കുറേ സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് ആയാലും അതേപോലെ വെബ് ഡെവലപ്മെൻറ്റ്, പിന്നെന്താ ഓരോ ഡിസൈൻസ് ചെയ്യാൻ പഠിക്കുക, പിന്നെ നമ്മുടെ ഗിറ്റബ്, അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിനെയൊക്കെ ഫെമിലിയറൈസ് ചെയ്യുക. നിങ്ങൾ കുറേ സ്കിൽസ് പഠിക്കുക. അപ്പം സ്കിൽസ് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടും. അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസാണ്. പിന്നെ CS ഈസി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്രാഞ്ചസും ഈസി അല്ല. ഓക്കെ, എല്ലാ ബ്രാഞ്ചസിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ +1 +2 പഠിച്ചത് കണക്കല്ല. ഫസ്റ്റ് ഇയർ വലിയ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ നമ്മൾ എല്ലാത്തിൻ്റെയും ബേസാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ +1 +2 പഠിച്ച ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഒക്കെ കണ്ടിന്യൂവേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നമ്മളെല്ലാം മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതൊന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്ന സബ്ജക്ട്സ് അല്ല. പിന്നെ അതിൽ പ്രോഗ്രാമിംഗ് സബ്ജക്റ്റ്, ഇപ്പോൾ ഡയറക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് വന്ന കുട്ടികൾക്ക് പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ്
പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ബയോളജി സയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ് ടഫല്ല, പക്ഷെ നമുക്കതിന് ഒരു ലോജിക്ക് വേണം. ലോജിക്ക് നമുക്ക് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രോഗ്രാംസ് തനിയെ സോൾവ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണതാണ് ലോജിക്ക്. അപ്പോൾ നിങ്ങളിപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് യൂട്യൂബിലൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ലോജിക്ക് ഒന്ന് ഡെവലപ്പ് എടുക്കുക. ഇപ്പോൾ പൈതൻ്റെ ആയാലും, പൈത്തണാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്റ്റ്. അപ്പോൾ പൈത്തൺ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഒരുപാട് ക്ലാസ്സസ് കിട്ടും. അതെടുത്തിട്ട് നിങ്ങൾ ഒന്ന് പഠിക്കുക, ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പോൾ കുറേ ഇൻട്രോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ബയോളജി സയൻസ് എടുത്ത് കിട്ടുകയാണെങ്കിൽ. എന്നിട്ട് നിങ്ങൾ ഓരോ പ്രോബ്ലംസ് അത് പറയുന്ന അനുസരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ലോജിക്ക് ക്ലിയർ ആവും. നമ്മൾ കോളേജിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് ബേസ് മുതലാണ് പഠിപ്പിക്കുന്നത്. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും ഏത് കോർ സബ്ജക്റ്റ് ആയാലും ബേസ് മുതലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളോട് എന്തിനാണ് നേരത്തെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ബയോളജി സയൻസ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പാടായിരുന്നു ഈ പ്രോഗ്രാമിംഗ് സബ്ജക്ട്സ്. അതായത് ലോജിക്ക് ഡെവലപ്പായി വരണം. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒന്ന് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്ലേസ്മെൻറ്റ്സ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നമ്മുടെ കോളേജിലുണ്ട്. നമുക്ക് തന്നെ 3rd ഇയറിലും 4th ഇയറിലും ഒക്കെ പ്ലേസ്മെൻറ്റ് ഡ്രൈവ്സ് നടത്തുന്നുണ്ട്. അപ്പം അതിന് നമുക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർ പഠിപ്പിച്ചു തരും. പിന്നെ നമുക്കുള്ള മെറ്റീരിയൽസ് എല്ലാം അവിടെ അവൈലബിൾ ആണ് പ്ലേസ്മെൻറ്റ് സെല്ലിൽ. അവിടെ ചെന്നാൽ നമുക്ക് അതൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഇറങ്ങുന്ന സമയത്ത് പ്ലേസ്മെൻറ്റ് കിട്ടും. സ്കിൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും. കാരണം EY അങ്ങനെ ഒരുപാട് കമ്പനീസ് അവിടെ പ്ലേസ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അടുത്തത് വരുന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമ്മുടെ കോളേജിലുള്ള കമ്മ്യൂണിറ്റീസാണ് തിങ്കർ ഹബ്ബ്, മ്യൂ ലേൺ, GDG, CSI, ഇതൊക്കെ കമ്മ്യൂണിറ്റീസാണ്. IEDC, IEEE, ഇങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് നമ്മുടെ കോളേജിൽ അവൈലബിൾ ആണ്. സോ ഈ കമ്മ്യൂണിറ്റീസ് ഒക്കെ എന്തിനാണ് എന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കോളേജിൽ വന്നിട്ട് ജസ്റ്റ് തിയറി മാത്രമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതിലുപരി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രാംസ് എങ്കിലും ഓർഗനൈസ് ചെയ്യാം, മീൻസ് ഹാക്കത്തോൺസ്, എന്തെങ്കിലും മത്സരിക്കുക, ഐഡിയാസ് കൊണ്ടുവരിക, കോഡിംഗ് ചാലഞ്ചസ്, അങ്ങനെയുള്ള നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പ്രോഗ്രാംസ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റീസ് കൊണ്ടുവരും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസിൽ നമുക്ക് ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ചുമ്മാ പോയി അങ്ങ് ആവുമല്ല, എല്ലാം ഒരുപാട് പ്രോഗ്രാംസ് നടത്തുന്ന കമ്മ്യൂണിറ്റീസാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റീസാണ്. സോ അതിലൊക്കെ നിങ്ങൾ മെമ്പർ ആവുമല്ല, അതിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതൊന്നും നിങ്ങൾക്ക് നഷ്ടമല്ല, അതൊക്കെ നിങ്ങളുടെ നേട്ടമാണ്. സോ BTechന് വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് സ്റ്റഡീസിന് മാത്രമല്ല ഒതുങ്ങുന്നത്. നമ്മൾ തനിയെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യും, നമ്മൾ ഓരോ ഐഡിയാസ് കൊണ്ടുവരും. ഇന്നൊരു പ്രോഗ്രാം നടത്താം, ഒരു കോഡിംഗ് ചാലഞ്ച് നടത്താം, നമ്മളത് നടത്തും, നമ്മളായിരിക്കും അത് നടത്തുന്നത്. ഇനി ആരെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ചലഞ്ചസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ചാൻസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസൊക്കെ ആക്റ്റീവാണ്, അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാൻ നോക്കാം. പിന്നെ വരുന്നത് റാങ്കിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. CS-ന് വന്നിട്ടുള്ള AI പുതിയ ബ്രാഞ്ചാണ്. അതിൽ SM-ൽ 19K ആണ് ലാസ്റ്റ് ഇയർ വന്നേക്കുന്നത്. EZ ആണെങ്കിൽ 28K, MU ആണെങ്കിൽ 23K, LA 24K, SC 50K, EW ആണെങ്കിൽ 28K. ഇങ്ങനെയാണ് AA വന്നിരിക്കുന്നത്. CS ആണെങ്കിൽ SM വരുമ്പോൾ 13K, EZ ആണെങ്കിൽ 16K, MU ആണെങ്കിൽ 14K, LA ആണെങ്കിൽ 22K, SC ആണെങ്കിൽ 44K. അപ്പോൾ EC ഒക്കെ ആണെങ്കിൽ ഒരു എബോവ് 20 ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ECS ക്ലോസിംഗ് റാങ്ക് 27Kയും 27K ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ജനറൽ ആണെങ്കിൽ AI ലാസ്റ്റ് ക്ലോസിംഗ് റാങ്ക് കാണിച്ചിരിക്കുന്നത് 23K, CS ആണെങ്കിൽ 16K, EEE ആണെങ്കിൽ 51K, EC ആണെങ്കിൽ 31K, ECS 34K, MEC ആണെങ്കിൽ 52K. ഇനി ഇത് ജസ്റ്റ് ഒരുപാടെടുത്ത് സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു അറിവ് മാത്രമാണ്. സ്റ്റിൽ ഞാൻ 15K റാങ്കിലുള്ള ഒരു സ്റ്റുഡൻ്റാണ്. എൻ്റെ റാങ്ക് 15,500 സംതിങ് ആയിരുന്നു. ബട്ട് എനിക്ക് CS-ൽ മെറിറ്റിലാണ് കിട്ടിയത്. എൻ്റെ മെറിറ്റ് ഫീ വരുന്നത് 40K ആണ്. സോ എൻ്റെ ക്ലാസ്സിൽ പല കാസ്റ്റിലുള്ള കുട്ടികൾ 25Kയും 28K ഒക്കെ ഉള്ളവർ CS-ലുണ്ട്. ബട്ട് അവർ പല കാറ്റഗറിയാണ്, പല കാസ്റ്റാണ്. സോ കാസ്റ്റ് അനുസരിച്ച് വേരി ചെയ്യാം റാങ്ക്. അപ്പോൾ ഞാൻ MU ആണ്, ഇതിൽ ക്ലോസിംഗ് റാങ്ക് നമ്മൾ കൊടുത്തേക്കുന്ന 14K ആണ്. പക്ഷേ ഞാൻ 15K ആണ് എനിക്ക് കിട്ടി.
എനിക്കെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രയൽ ഞാൻ ഫസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് മെറിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഈസി മെറിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എനിക്ക് ട്രയൽ വന്ന സമയത്ത് CS വന്നുവെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് ഇലക്ട്രോണിക്സ് ആണ് വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോയി ഒരു ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്ത് ഇട്ടു. എന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് എനിക്ക് CS തന്നെ കിട്ടി. അങ്ങനെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തു. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ പെരുമഴാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കൊടുക്കുക, വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റും കൊടുക്കുക, തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. കാരണം ഹയർ റാങ്കിലുള്ള സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ CS ഇപ്പം നല്ല കോമ്പറ്റേറ്റീവ് ആയതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഇയർ വെച്ചിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോ ഇയർ വരുമ്പോഴത്തേക്കും നമ്മുടെ ക്രൈറ്റീരിയാസും നമ്മുടെ കാസ്റ്റും പിള്ളേരുടെ റാങ്കിലൊക്കെ വ്യത്യാസം വരുന്നതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക, തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. എവിടെയെങ്കിലും വേറെ കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻ ടെമ്പററി എടുത്തിട്ടിട്ട് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുക. മേ ബി കിട്ടാം, അല്ലെങ്കിൽ പിന്നെ സ്പോട്ട് അഡ്മിഷൻസ് വിളിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അറിയാൻ പറ്റും, സീറ്റ്സ് ഉണ്ടെങ്കിൽ. ഇനി നിങ്ങൾ വേറെ ഒരു ബ്രാഞ്ചിലാണ് കയറിയതെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് CS സീറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറാനും ഉള്ള ചാൻസസ് നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ECS നല്ല ബ്രാഞ്ചാണ്, AI നല്ല ബ്രാഞ്ചാണ്, പുതിയ ബ്രാഞ്ചാണ്. CS എന്ന് പറയുമ്പോൾ പ്യുവർ CS ആണ്, മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ പണ്ട് പഠിക്കുന്ന. പക്ഷേ AIയും ECS എന്നൊക്കെ പറയുമ്പോൾ പുതിയ ബ്രാഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ കോളേജിൻ്റെ ഓവറോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി കോളേജിൻ്റേതായിട്ടില്ല, ബട്ട് പണി നടക്കുന്നുണ്ട്. ഇനി വരുമായിരിക്കാം, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും അറിയില്ല, ഇതുവരെ എൻ്റെ അറിവിലില്ല, ഇനി വന്നാലേ ഉള്ളൂ. പിന്നെ വരുന്നത് AI. പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞു, നമുക്ക് എക്സാംസ് 6 മാസമാണ് സെമ്മ് പറയുന്നതെങ്കിൽ നമുക്ക് 4 മാസമൊക്കെ കഷ്ടിച്ച് കാണുള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ലാബ് എക്സാം, സീരീസ് എക്സാം, അസൈൻമെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. പിന്നെ നമുക്കൊരു 10 ഡേ ലീവ് കിട്ടും, സ്റ്റഡി ലീവാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എക്സാം വരുന്നത്. പിന്നെ പറഞ്ഞ കാര്യം, ഹോസ്റ്റലിൽ ലാപ്ടോപ്പ് ഫസ്റ്റ് ഇയറിൽ മസ്റ്റ് അല്ല. ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ CS പഠിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവരിക, ഇല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറൊക്കെ ആവുന്ന സമയത്ത് മതി. പിന്നെ സ്കൂള് പോലെ അല്ല. പിന്നെ സിനിമയൊക്കെ കണ്ടിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് കോളേജ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി വരരുത്. നമ്മൾ പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണ്, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ട കോളേജസോ അവിടുത്തെ അന്തരീക്ഷമോ അങ്ങനെയൊന്നും അല്ല, അത് വേറൊരു ലെവലാണ്. അത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് പോയ ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാം നോക്കി ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്